ഹലോ, ക്ലയന്റ് കൺസൾട്ടേഷനും ഹാൻഡ്ലിംഗും എന്ന വിഷയത്തിലുള്ള ഈ പരിശീലനത്തിലേക്ക് സ്വാഗതം. ഈ പരിശീലനത്തിന്റെ അവസാനത്തോടെ ക്ലയന്റിന്റെ നഖങ്ങൾ നിരീക്ഷിക്കാനും ക്ലയന്റ് ഒരു പ്രീ ട്രീറ്റ്മെന്റ് നടപടിക്രമത്തിലേക്ക് പോകണമോ എന്ന് തീരുമാനിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പ്രീ ട്രീറ്റ്മെന്റ് നടപടിക്രമവേളയിൽ നിങ്ങൾ ആദ്യം ക്ലയന്റിന്റെ നഖങ്ങൾ നിരീക്ഷിക്കേണ്ടതും തുടർന്ന് നിങ്ങൾ പ്രീ ട്രീറ്റ്മെന്റിനായി പോകണമോ എന്ന് തീരുമാനിക്കേണ്ടതുമുണ്ട്. ഒരു ക്ലയന്റിന്റെ നഖത്തിൽ എന്താണ് നിരീക്ഷിക്കേണ്ടതെന്ന് നമുക്ക് പഠിക്കാം. പ്രീ ട്രീറ്റ്മെന്റ് നടപടിക്രമവേളയിൽ നിങ്ങൾ നിരീക്ഷിക്കുകയും കണ്ടെത്തലുകൾ ഒരു ക്ലയന്റ് റെക്കോർഡ് കാർഡിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നഖം ആരോഗ്യമുള്ളതാണോ ആരോഗ്യമില്ലാത്തതാണോ എന്ന് നിങ്ങൾ നിരീക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നഖരോഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അണുബാധയെക്കുറിച്ച് ഉറപ്പാക്കാൻ ആദ്യം നിങ്ങൾ ഒരു നഖത്തിന്റെ അടിസ്ഥാന ഘടന അറിയേണ്ടതുണ്ട്. കാരണം കോസ്മെറ്റോളജിസ്റ്റുകൾക്ക് നഖത്തിന്റെ തകരാറുകളെയും രോഗങ്ങളെയും കുറിച്ച് സമഗ്രമായ ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അവർക്ക് സലൂണിൽ ചികിത്സിക്കാൻ പാടില്ലാത്ത അവസ്ഥകൾ തിരിച്ചറിയാനും തങ്ങളെയും മറ്റ് ക്ലയന്റുകളെയും സംരക്ഷിക്കുന്നതിനായി പകർച്ചവ്യാധികൾ തിരിച്ചറിയാനും ഗുരുതരമായ ആരോഗ്യപ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നതും ഒരു ഡോക്ടറെ സമീപിക്കാൻ ക്ലയന്റിന് ഉപദേശം നൽകേണ്ടതുമായ അവസ്ഥകൾ വേർതിരിച്ചറിയുവാനും സാധിക്കുകയുള്ളൂ. നഖത്തിന്റെ വളർച്ച, സംരക്ഷണം, ആകൃതി, വലിപ്പം എന്നിവയ്ക്ക് നഖത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉത്തരവാദികളെന്നും നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ അറിവ് മാനിക്യൂർ, പെഡിക്യൂർ പ്രക്രിയകളിൽ നഖത്തിന് കേടുപാടുകൾ വരുത്തുന്നത് തടയാൻ നിങ്ങളെ പ്രാപ്തമാക്കും. ഒരു മാനിക്യൂർ അല്ലെങ്കിൽ പെഡിക്യൂർ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രധാന ഘടന നഖമാണ്. നഖത്തിന്റെ സാങ്കേതികമായ പേര് ഓണിക്സ് എന്നാണ്. കൈവിരലുകൾ, കാൽവിരലുകൾ എന്നിവയുടെ അഗ്രങ്ങൾ, നെയിൽ ബെഡ് തുടങ്ങിയവയെ സംരക്ഷിക്കുന്ന സുതാര്യമായ ഒരു പ്ലേറ്റാണ് നഖം. അത് ചർമ്മത്തോട് കൂടിച്ചേർന്ന ഒരു ഭാഗമാണ്. സാധാരണ ആരോഗ്യമുള്ള നഖം കാഴ്ചയിൽ ഉറപ്പുള്ളതും എന്നാൽ വഴക്കമുള്ളതുമായിരിക്കും. ആരോഗ്യമുള്ള നഖത്തിന്റെ ഉപരിതലം തിളങ്ങുന്നതും മിനുസമുള്ളതും പാടുകളില്ലാത്തതുമായിരിക്കും. അതിൽ വരകളോ കുഴികളോ പിളർപ്പുകളോ ഉണ്ടായിരിക്കുകയില്ല. പിങ്ക് കലർന്ന നെയിൽ ബെഡോടു കൂടിയ അത് വെളുത്തും സുതാര്യവുമായാണ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് ചില നഖരോഗങ്ങളിലൂടെ കടന്നുപോകാം. നഖത്തിന്റെ ദൃശ്യമായ ഭാഗമാണ് നെയിൽ പ്ലേറ്റ്. ഫ്രീ എഡ്ജ് എന്നത് കൈവിരലിന്റെ അല്ലെങ്കിൽ കാൽവിരലിന്റെ അഗ്രഭാഗത്തിന് മുകളിലെത്തുന്ന നെയിൽ പ്ലേറ്റിന്റെ അവസാന ഭാഗമാണ്. നെയിൽ ഗ്രൂവുകൾ നഖത്തിന്റെ ഇരുവശത്തുമുള്ള സ്ലിറ്റുകൾ അഥവാ ട്രാക്കുകളാണ്. നഖം വളരുന്നതിനനുസരിച്ച് അതിലൂടെയാണ് നീങ്ങുന്നത്. ക്യൂട്ടിക്കിൾ അഥവാ എപ്പോണിക്കിയം നഖത്തിന്റെ അടിഭാഗത്ത് ഓവർലാപ്പ് ചെയ്യുന്ന ചർമ്മമാണ്. പെരിയോണിക്കിയം നെയിൽ പ്ലേറ്റിന്റെ വശങ്ങളിൽ അതിനെ മൂടിക്കിടക്കുന്ന ചർമ്മമാണ്. ഹൈപ്പോഡിക്കിയം നെയിൽ പ്ലേറ്റിനും വിരൽത്തുമ്പിനും ഇടയിലുള്ള പ്രദേശമാണ്. നെയിൽ വാൾ നഖത്തിന് സംരക്ഷണം നൽകുന്നു. നെയിൽ ബെഡ് നെയിൽ പ്ലേറ്റ് സ്ഥിതി ചെയ്യുന്ന ചർമ്മത്തിന്റെ ഭാഗമാണ്. പുതിയ കോശങ്ങൾ മാട്രിക്സ് രൂപം കൊള്ളുകയും അഥവാ ഫ്രീ എഡ്ജ് ആകുന്നതുവരെ ദൃഢത പ്രഖ്യാപിച്ചുകൊണ്ട് നെയിൽ ബെഡിലൂടെ മുന്നോട്ടു നീങ്ങുകയും ചെയ്യുന്നു. നഖത്തിന്റെ അടിഭാഗത്തായി അർദ്ധചന്ദ്രാകൃതിയിൽ കാണപ്പെടുന്നതാണ് ലുനുല. ഇപ്പോൾ നിങ്ങൾക്ക് നഖത്തിന്റെ അടിസ്ഥാന ഘടനയെക്കുറിച്ച് അറിയാം. ഇനി നമുക്ക് നഖരോഗങ്ങളും തകരാറുകളും നോക്കാം. നഖരോഗം അഥവാ ഓണിക്കോസിസ് നഖങ്ങൾക്കുണ്ടാകുന്ന രോഗം അല്ലെങ്കിൽ വൈകല്യമാണ്. മറ്റ് രോഗാവസ്ഥകളുമായി ബന്ധപ്പെട്ടേക്കാവുന്ന തനതായ സൂചനകളും ലക്ഷണങ്ങളും ഉള്ളതിനാൽ നഖരോഗങ്ങളെ പ്രത്യേകമായി തരംതിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചില നഖരോഗങ്ങളിലൂടെ കടന്നുപോകാം. ഓണിക്കിയ എന്നത് നെയിൽ മാട്രിക്സിന്റെ വീക്കവും തുടർന്ന് സ്വാഭാവികമായ നെയിൽ പ്ലേറ്റ് പൊഴിച്ചിലുമാണ്. ഓണിക്കോക്രിപ്റ്റോസിസ്
ദിശയിലേക്ക് വളരുന്ന ഒരു നഖമാണ്. നഖം നഖത്തിന് ചുറ്റുമുള്ള ജീവനുള്ള ടിഷ്യുവിലേക്ക് വളരുന്നു. ഓണിക്കോളിസിസ് എന്നത് നെയിൽ ബെഡിൽ നിന്ന് പൊഴിച്ചിലില്ലാതെ നെയിൽ പ്ലേറ്റ് ഉയരുന്നതാണ്. സാധാരണയായി ആഘാതത്തിന്റെ ഫലമായാണ് അത് സംഭവിക്കുന്നത്. ഓണിക്കോമെഡസിസ് എന്നത് നെയിൽ ബെഡിൽ നിന്ന് നെയിൽ പ്ലേറ്റ് വേർപെടുകയും അടർന്നു വീഴുകയും ചെയ്യുന്നതാണ്. പാരോണിക്കിയ എന്നത് നഖത്തിന് ചുറ്റുമുള്ള ടിഷ്യുകളുടെ ഒരു ബാക്ടീരിയ നിർവീക്കമാണ്. ചുവപ്പ് നിറമാകൽ, പഴുപ്പ്, വീക്കം എന്നിവ അടുത്തുള്ള ചർമ്മമടക്കുകളിൽ സാധാരണയായി കാണപ്പെടുന്നു. ഓണിക്കോമൈക്കോസിസ് എന്നത് സ്വാഭാവിക നെയിൽ പ്ലേറ്റിന്റെ ഒരു ഫംഗസ് അണുബാധയാണ്. ടിനിയ പെഡിസ് എന്നത് പാദങ്ങളിലെ ഫംഗസ് അണുബാധയാണ്. ഒരു കോസ്മെറ്റോളജിസ്റ്റ് എന്ന നിലയിൽ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് അണുബാധയുള്ള ക്ലയന്റുകൾക്ക് നിങ്ങൾ ഒരിക്കലും നഖസേവനങ്ങൾ നൽകരുത്. ചതഞ്ഞ നഖങ്ങൾ, വട്ടത്തോൽ നഖങ്ങൾ, ബ്യൂസ് ലെൻസ്, ഹാങ് നെയിൽ, ല്യൂക്കോണിക്കിയോപാഡുകൾ, ഓണിക്കോറെക്സിസ്, നെയിൽ ടെറീജിയം, വരകൾ, പിൻസർ നഖം, നിറം മാറിയ നഖങ്ങൾ, ഓണിക്കോഫാഗി എന്നിവയാണ് ക്ലയന്റുകളെ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില നഖ തകരാറുകൾ. നിങ്ങൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ക്ലയന്റിന് എന്തെങ്കിലും നഖരോഗമോ അണുബാധയോ തകരാറുകളോ ഉണ്ടെങ്കിൽ ക്ലയന്റുമായി നിങ്ങളുടെ കണ്ടെത്തലുകൾ പങ്കുവയ്ക്കുക. അതുവഴി ക്ലയന്റിന് ചികിത്സയ്ക്കായി പോകണമോ എന്ന് തീരുമാനിക്കാനാവും. ക്ലയന്റ് കൺസൾട്ടേഷനും ഹാൻഡ്ലിംഗും എന്ന വിഷയത്തിലുള്ള ഈ പരിശീലനത്തിന്റെ അവസാനത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ക്ലയന്റിന്റെ നഖങ്ങൾ നിരീക്ഷിക്കാനും ക്ലയന്റ് ഒരു പ്രീ ട്രീറ്റ്മെന്റ് നടപടിക്രമത്തിലേക്ക് പോകണമോ എന്ന് തീരുമാനിക്കാനും കഴിയണം.